Friends, welcome to Taste of Kerala. നല്ല പാലട പ്രഥമൻ എന്ന് കേൾക്കുമ്പോഴത്തേക്ക് എല്ലാവരുടെയും വായിൽ വരും കൊതി. അത് മാത്രമല്ല, ഈ പാലട പ്രഥമൻ കഴിച്ചു കഴിഞ്ഞാൽ അതൊരു കപ്പ് പാഴ്സൽ ചെയ്ത് കൊണ്ടുപോകാൻ വരെ എല്ലാവർക്കും തോന്നിപ്പോകും. കാരണം അത്രയ്ക്ക് രുചിയാണ്. ശരിക്ക് സദ്യയുടെ കൂടെ കഴിക്കുന്നതിനേക്കാൾ കൂടുതൽ ടേസ്റ്റാണ് നമ്മൾ നന്നായിട്ട് വിശന്നിരിക്കുന്ന സമയത്ത്, പ്രത്യേകിച്ച് ഒരു 4 മണി 5 മണി സമയത്തൊക്കെ നല്ല പാലട പ്രഥമൻ കിട്ടിക്കഴിഞ്ഞാൽ ഉഗ്രൻ ടേസ്റ്റ്. അവിടെ ഒരു പൊടി പോലെ ഗ്ലാസ്സിലാണ് തരുന്നതെങ്കിൽ ഗ്ലാസ് വഴിച്ച് നക്കും, അത്രയും ടേസ്റ്റ് ആയിരിക്കും. ആ പാലട പ്രഥമന്റെ രുചി അന്വേഷിച്ച് ഞാനിപ്പോൾ എത്തിയിരിക്കുന്നത് കോഴിക്കോടാണ്. കോഴിക്കോട് നരിക്കുനി പൊന്നെടുക്കത്തില്ലത്തിലാണ് ഞാനിപ്പോൾ എത്തിച്ചേരാൻ പോകുന്നത്. അവിടെ മനോജേട്ടനുണ്ട്. അദ്ദേഹം ഒരു ദേഹണ്ണക്കാരനാണ്. അത് മാത്രമല്ല, പൂജ കർമ്മങ്ങളൊക്കെ അദ്ദേഹം ചെയ്യാറുണ്ട്. അത് മാത്രമല്ല, ഇദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മുടെ കേരളത്തിന്റെ ഒരുപാട് തരം പായസങ്ങൾ ഇദ്ദേഹത്തിന് അറിയാം, ഒരുപാട് തരം പച്ചടികൾ അറിയാം. ഇദ്ദേഹം കല്യാണ സദ്യ ചെയ്യാറുണ്ട്. പിന്നെ പല പല വിശേഷ അവസരങ്ങളിലും ഇദ്ദേഹത്തെ പല ഭാഗത്തേക്കും കൊണ്ടുപോയിട്ട് കേരളത്തിനും പുറത്തും ഒക്കെ കൊണ്ടുപോയിട്ട് സദ്യ വയ്പ്പിക്കാറുണ്ട്. അപ്പോൾ എന്താണ് പഴയ രുചികളുടെ ഒരു കാരണവരുടെ അടുത്തേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത്. കാരണവരെന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് ഒരുപക്ഷെ തോന്നിക്കാണും വലിയ പ്രായമുള്ള ഒരാളാണെന്ന്. വെറും പയ്യനാണ്. പക്ഷേ ഇദ്ദേഹത്തിന് അറിയാം കേരളത്തിന്റെ തനത് രുചികൾ. നമ്മളിന്ന് പാലട, ശരിക്കുള്ള പാലട, അട ഇലയിൽ ഇങ്ങനെ അണിയിച്ച് അത് പുഴുങ്ങി ശരിക്കുള്ള പാലട ഉണ്ടാക്കാൻ പോകുന്നു. കൊതിയായില്ലേ? പഠിക്കണ്ടേ? വീട്ടിലൊരു പാലടയൊക്കെ വെക്കണ്ടേ? കം എൻജോയ്. നമ്മളിപ്പോ എത്തിയിരിക്കുന്നത് പൊന്നെടുക്കത്തില്ലത്താണ്. ഇത് വളരെ പഴയ ഒരു തറവാടാണ് അല്ലേ? എത്ര വർഷത്തെ പഴക്കുണ്ടാവും? 130 ഏകദേശം 130 വർഷം പഴക്കമുള്ള ഒരു തറവാട്ടിലാണ് നമ്മളിപ്പോ എത്തിയിരിക്കുന്നത്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ നമ്മുടെ രുചിയുടെ കാരണവരാണ്. പ്രായമൊന്നും അത്ര ഇല്ല, പയ്യനാണ് മനോജേട്ടൻ. മനോജ് കെ നമ്പൂതിരി എന്നാണ് അല്ലേ ശരിക്കുള്ള പേര്. ഈ പുറത്തൊക്കെ പോയി സദ്യയൊക്കെ ഒരുക്കാറുണ്ട്. ദുബായ്, ബഹ്റിൻ. ശരി. ഏറ്റവും കൂടുതൽ ആൾക്ക് ഇപ്പൊ 5000 പേർക്ക് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. 5000 പേർക്ക് ഇപ്പൊ ഒരാഴ്ചയായിട്ടുള്ളൂ. വടകര ഭാഗവത സപ്താഹത്തിൽ ഉണ്ടായിരുന്നു 4000, 5000, ലാസ്റ്റ് 6800 പേര് വരെ. അപ്പൊ എത്ര പേരുണ്ടാവും കൂട്ടത്തിൽ വർക്ക് ചെയ്യാനായിട്ട്? ഞാൻ കൂടാതെ 5 പേര്. ഈ 5000 പേർക്ക് 5 പേര് മതി? 5 പേര് മതി. 100% പാരമ്പര്യ രീതിയിൽ തന്നെ എങ്ങനെയാണ് ഈ പാലട പ്രഥമൻ ഉണ്ടാക്കുന്നത് നമ്മളൊക്കെ കേട്ടിട്ടേ ഉള്ളൂ. എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കുട്ടിച്ച് ഞാൻ കാണിച്ചു തരാം. അതെ, അപ്പൊ എന്നാ തുടങ്ങാം. അപ്പോ ശരിക്കുള്ള പാലട ഉണ്ടാക്കി, പാലട അണിഞ്ഞ് പാലട പ്രഥമൻ ഉണ്ടാക്കാൻ പോവാണ്. അത് മനോജേട്ടൻ ഏറ്റിരിക്കുന്നത് 100% ഗ്യാരണ്ടിയാണ്. പാരമ്പര്യ രീതിയിൽ തന്നെ, പണ്ട് എങ്ങനെയാണോ ഉണ്ടാക്കുന്നത് ആ രീതിയിൽ തന്നെ ഉണ്ടാക്കാന്നാണ് പറഞ്ഞിരിക്കുന്നത്. സാധാരണ ദേഹണ്ണക്കാരന്റെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, എത്ര പേർക്കാന്ന് ചോദിക്കും. ഇത് ഉണ്ടാക്കണമെന്ന് പറയുമ്പോഴത്തേക്ക് 1000 പേർക്കാണോ 500 പേർക്കാണോ അതവർക്ക് ഉണ്ടാക്കാൻ അറിയാം. പക്ഷെ വീട്ടിലേക്ക് ഉണ്ടാക്കി കഴിഞ്ഞാൽ അത്രയും ശരിയാവില്ല. പക്ഷെ മനോജേട്ടന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, നമ്മൾ നേരത്തെ സംസാരിച്ചപ്പോൾ തന്നെ മനസ്സിലായി, കോൺഫിഡൻസ് ലെവലാണ്. നമ്മൾ ആ പറയുന്നതിന്റെ അത്രയും കോൺഫിഡന്റ് ആയിട്ടാ പറയുന്നത്, ഇല്ലേ? അതെ. അപ്പൊ ഒരു വീട്ടിലൊക്കെ ഒരു 4 പേർ, ഒരു ഫാമിലിയിൽ ചിലപ്പോൾ 4-5 പേര് ഉണ്ടാവും. അപ്പൊ അവർക്ക് കുടിക്കാനുള്ള പാലട പ്രഥമനാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അത് 1 ലിറ്റർ പാലിന്റെ പാലട പ്രഥമനാണ്. ഇപ്പൊ ദേഹണ്ണക്കാരൊക്കെ വളരെ എളുപ്പത്തിന് വേണ്ടിയിട്ട് അട റെഡിമെയ്ഡ് ആയിട്ട് വാങ്ങിയിട്ട് അത് വെള്ളത്തിലിട്ട് പുഴുങ്ങി ഉപയോഗിക്കാറുണ്ട്. പക്ഷെ ഒരിക്കലും അതിന് യഥാർത്ഥ കളറോ അതിന്റെ ടേസ്റ്റോ ഒരിക്കലും വരുന്നില്ല. പാലട പ്രഥമൻ ഉണ്ടാക്കാനായിട്ട് ആഗ്രഹമുള്ളവർക്കും പിന്നെ നമ്മളൊന്നും ഉണ്ടാക്കിയാൽ ശരിയാവില്ല എന്ന് കരുതുന്നവർക്കും വേണ്ടിയിട്ട് സിമ്പിളായിട്ട്, വളരെ സിമ്പിളായിട്ട് ഒരു 4 പേർക്ക് കുടിക്കാനുള്ള, അപ്പോൾ 30 മിനിറ്റ് കൊണ്ട് നല്ല രുചികരമായ പായസം ഉണ്ടാക്കിയെടുക്കാം. ഈ അട അണിയിക്കുന്നത് ഉൾപ്പെടെ വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രമേ ഉള്ളൂ ഇതിനകത്ത്. ഇത് ഉണക്കലരിയുടെ പൊടിയാണ്. ഉണക്കലരിയുടെ പൊടി, വെള്ളം, എണ്ണ അല്ലേ? വെളിച്ചെണ്ണ. അപ്പൊ വെളിച്ചെണ്ണ, വെള്ളം, ഉണക്കലരിയുടെ പൊടി. ഇത് 1 ലിറ്ററിന് എത്ര? 1 ലിറ്റർ പായസം അല്ലേ? 1 ലിറ്റർ പാലിന് 80 ഗ്രാം അരി, 80 ഗ്രാം അരി, ഉണക്കലരി, 25 ഗ്രാം വെളിച്ചെണ്ണ. 25 ഗ്രാം വെളിച്ചെണ്ണ. അതിന് പാകം വേണ്ട വെള്ളം. അപ്പൊ 1 ലിറ്റർ പാലിന് 80 ഗ്രാം ഉണക്കലരി പൊടി. ഇത് പുട്ടിന്റെ ഏത് വളരെ നൈസ് ഉണക്കലരി, നൈസായിട്ട് പൊടിച്ചു, നനച്ച് പൊടിച്ചത്. ഒരു പുട്ടിന്റെ പാകത്തിന് അല്ല, വളരെ നൈസ്, പത്തിരി പാകത്തിന്. ഓക്കെ.
അപ്പോൾ ഇത് ഒരു പത്തിരിയുടെ പാകത്തിന് പൊടിച്ചതാണ്. വളരെ വളരെ നേർമയിൽ പൊടിച്ചെടുത്താണ്. ഉണക്കലരി കുതിർത്ത് പൊടിച്ചെടുത്താണ്. അപ്പോൾ എന്നിട്ട് വറുത്തെടുക്കാനൊന്നും വേണ്ടല്ലോ, ഒന്നും ചെയ്യണ്ട. അപ്പോൾ ഇനി അട അണിയാൻ പോവാണ്. അതിന് വേണ്ടിയിട്ട് വാഴയിലേക്ക് കരുതി വെച്ചിട്ടുണ്ട്. ഇത് വളരെ കുറച്ച് മാത്രമേ എടുക്കുന്നുള്ളൂ, അതുകൊണ്ട് പെട്ടെന്ന് കഴിയുകയും ചെയ്യും. പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, അറിഞ്ഞുകൂടാത്ത ആൾക്കാർ വളരെ കെയർഫുൾ ആയിട്ട് നോക്കിയിരുന്നെങ്കിൽ മാത്രമേ മനസ്സിലാവൂ. ഇല എടുത്തു കഴിഞ്ഞാൽ വളരെ ശ്രദ്ധിക്കണം. ഇല ഉള്ളോട്ട് മാത്രം കീറിയിട്ടേ ഇല ചീന്തിയെടുക്കാവൂ. പുറത്തോട്ടാണെങ്കിൽ കീറിപ്പോവും. പുറത്തോട്ടായാലും ഇല പൊട്ടിപ്പോവും. ഇല ഇങ്ങനെ എടുത്തിട്ട് ചീന്തി എടുക്കുന്നത് ഇത് ബാക്ക് സൈഡാണ്. അപ്പോൾ ഫ്രണ്ട് സൈഡിലോട്ട് തന്നെ മടക്കി ഇങ്ങനെ ഇളക്കിയെടുക്കണം. മാവ് എങ്ങനെയാണ് കുഴച്ചെടുക്കുന്നതെന്ന് ഇനി മനോജനോട് ചോദിക്കാം. ഈ കുഴച്ചെടുക്കുന്നതിൽ ശ്രദ്ധിക്കേണ്ടത് എന്തിന്റെ പരുവത്തിലാണ് അത് പരത്തിയെടുക്കേണ്ടത്? ഇത് ചപ്പാത്തിയുടെ മാവ് കുഴക്കുന്നതനുസരിച്ച് എത്ര കുഴക്കാം? ഗോതമ്പ് കുഴക്കുന്ന ഗോതമ്പ് കുഴക്കാൻ ആ പാകത്തിനായിട്ട് ആദ്യം വെളിച്ചെണ്ണ ചേർത്ത് അതിന് പാകത്തിന് പച്ചവെള്ളം ചേർത്ത് കുഴച്ച് മാവാക്കി ഇലയുടെ പുറം ഭാഗം പുറത്ത് മാത്രമേ പരത്താൻ പാടുള്ളൂ. ഉള്ളിൽ പരത്തി കഴിഞ്ഞാൽ അട വിട്ട് കിട്ടില്ല. ഞാലിപ്പൂവൻ, ചില ഭാഗങ്ങളിൽ നാണിപ്പൂവൻ എന്ന് പറയും. അപ്പൊ ഈ ഞാലിപ്പൂവന്റെ ഇലയാണ് ഇതിന് ഏറ്റവും ബെസ്റ്റ്. ഇലയുടെ പിൻഭാഗം നന്നായിട്ട് തുടച്ചെടുക്കുക, അതിനകത്ത് ഈർപ്പം പാടില്ല, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ട്. അപ്പൊ ഞാലിപ്പൂവൻ വാഴയുടെ നോട്ടമിട്ട് വെച്ചോ ഇപ്പൊ തന്നെ. ഇനി ഇതിന്റെ ബാക്ക് സൈഡിൽ അട അണിയിച്ചെടുക്കും. ദാ എങ്ങനെയാണെന്ന് നോക്കാം. മാവിന്റെ പരുവം എന്ന് പറയുന്നത് ഇതാണ്. അതിനകത്ത് നമ്മൾ നേരത്തെ 25 ഗ്രാം എണ്ണ ചേർക്കണമെന്ന് പറഞ്ഞു. ആ എണ്ണ ചേർക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ അട ഇങ്ങനെ അണിഞ്ഞെടുത്തു കഴിഞ്ഞാൽ അതിങ്ങനെ ഈർക്കിലി കൊണ്ട് വരയും. ആ ഈർക്കിലി കൊണ്ട് വരഞ്ഞ് വെള്ളത്തിലേക്ക് ഇടുമ്പോഴത്തേക്ക് അത് ഇതിനകത്തുനിന്ന് അങ്ങ് പിന്നെ ചൂടുവെള്ളത്തിലേക്ക് നേരെ ഈ ഇലയിൽ നിന്ന് നേരെ, അല്ലെങ്കിൽ ഇതിനകത്ത് ഒട്ടിയിരിക്കും. അത് ഒട്ടിയിരിക്കാതിരിക്കാനാണ് നമ്മൾ വെളിച്ചെണ്ണ ചേർക്കുന്നത്. ഈർക്കിലി കൊണ്ട് വരയുന്ന സമയത്ത് ഇല പൊട്ടിപ്പോവാനും പാടില്ല. അത് മാത്രമല്ല, ഈ നമ്മൾ ഇല അണിഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ വെള്ളം ചൂടാക്കി ഇടുകയും വേണം. നമ്മളിപ്പോൾ വെള്ളം ചൂടാക്കി ഇട്ടിട്ടുണ്ട്, വെള്ളം തിളയ്ക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. നല്ല തിളയ്ക്കുന്ന വെള്ളത്തിലാണ് ഈ ഇലയോടുകൂടി കൊണ്ടുപോയി ആ വെള്ളത്തിലോട്ട് വെക്കുന്നത്. അപ്പൊ ഇതിനകത്ത് ആ വെള്ളത്തിനകത്ത് ഇലയായിട്ട് ഈ അടയായിട്ട് തന്നെ അങ്ങ് പൊഴിഞ്ഞു വീഴും. അപ്പോൾ ഇനി വരയാൻ പോവാണ്. വരഞ്ഞു കഴിഞ്ഞാൽ സമയമില്ല, നേരെ തിളച്ച വെള്ളത്തിലേക്ക് ഇടുക. ഇവിടെ ഇലകളിലൊക്കെ നമ്മുടെ അട റെഡിയാക്കി വെച്ചേക്കാണ്. ഇനി സമയം ഒട്ടും വൈകരുത്, നേരെ ചൂടുവെള്ളത്തിനടുത്തേക്ക് പോവുക, ഈ ഇല ചൂടുവെള്ളത്തിലേക്ക് ഇടുക. ഇപ്പോൾ ഇവിടെ വെള്ളം തിളപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ബാക്ക് സൈഡിൽ വെള്ളം തിളപ്പിച്ചത് ഇവിടുത്തെ പാരമ്പര്യമായിട്ടുള്ള ചെയ്തിട്ടുള്ള അടുപ്പ് തന്നെയാണ് അല്ലേ. സാധാരണ ഇവിടെ എന്തെങ്കിലും വിശേഷ ദിവസങ്ങൾ, ഈ ഇല്ലത്തിൽ എന്തെങ്കിലും വിശേഷ ദിവസങ്ങളൊക്കെ വരുന്ന സമയത്ത് ഇവിടെ പാചകത്തിനുള്ള സൗകര്യമുണ്ട്. ആ സ്ഥലത്തേക്കാണ് നമ്മൾ ഇനി പോകുന്നത്. അപ്പോൾ ഇനി അവിടെ വെച്ച് കാണാം. ഒരു ചെറിയ ബ്രേക്ക്. എന്താന്ന് വെച്ചാൽ നമ്മൾ വരഞ്ഞത് അപ്പൊ തന്നെ വരഞ്ഞു കഴിഞ്ഞ് ഉടനെ തന്നെ ഈ തിളച്ച വെള്ളത്തിലിടണം. ഇതിനകത്ത് 2 പ്രത്യേകതകളാണുള്ളത്. ഒന്ന്, ഇത് വെക്കുന്ന രീതി ശ്രദ്ധിക്കുക. അത് മാത്രമല്ല, വെള്ളം നന്നായിട്ട് വെട്ടി തിളച്ചുകൊണ്ടിരിക്കുക. അടയാവുന്നത് വരെ തിളച്ചിരിക്കുകയും വേണം. അടയാവുന്നത് വരെ തിളച്ചിരിക്കുകയും വേണം വെള്ളം. അത് ശരി. അപ്പൊ ഇത് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഓക്കെ, ഇത് പാളും. കാരണം ഈ അടപ്രഥമനില് എന്ന് വെച്ചാൽ പാലടപ്രഥമൻ ഉണ്ടാക്കുമ്പോൾ അട ഉണ്ടാക്കുന്ന സമയത്താണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. കാരണം ഇതിന്റെ പരുവം പാളിക്കഴിഞ്ഞാൽ ഇത് കഞ്ഞി പോലെ ആയിപ്പോന്ന് പറയുന്നത് അല്ലേ. അത് അടയുടെ ഷേപ്പിൽ തന്നെ ഇരിക്കണമെങ്കിൽ ഈ നന്നായിട്ട് വെള്ളം തിളച്ചിരിക്കണം. അത് മാത്രമല്ല, അട ആവുന്നത് വരെ വെള്ളം തിളച്ചുകൊണ്ടേയിരിക്കണം. നന്നായിട്ട് വെന്ത് കഴിഞ്ഞു. അട ഇതിനകത്ത് തിളയ്ക്കുന്ന കാണാൻ പറ്റും. അടയുടെ ആ ഷേപ്പ് പോവാതെ തന്നെ ഇങ്ങനെ ഭംഗിയായിട്ട് കിട്ടും അട. ഇത്ര ഭംഗിയായിട്ട്. അതെ, ഇവിടെ കണ്ടാൽ അറിയാം, ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് ചെറിയ കഷ്ണങ്ങളായിട്ട് ഇവിടെ പിന്നെ അട കിട്ടിയിട്ടുണ്ട്. നമ്മൾ നേരത്തെ ആ ഇലയെന്ന്
പിന്നെ ഇട്ട് കഴിഞ്ഞാൽ ഇലയിൽ ഇതിന്റെ മുകളിലേക്ക് വെച്ച് കഴിഞ്ഞാൽ ആ ഇല വാടുന്നതനുസരിച്ച് അട വെന്ത് വരും. അതിനുശേഷം കുറച്ച് സമയം കൂടെ തിളച്ച് കഴിഞ്ഞാൽ ഇപ്പൊ അട റെഡിയാണ് അല്ലെ? അട റെഡിയാണ്. അപ്പൊ ഇനി പാലും പഞ്ചസാരയും ഭംഗിയായിട്ടുള്ള ശരിയായ രീതിയിലുള്ള ശരിയായ അടയാണിത്. അത് ശരി. അല്ലെങ്കിൽ ഇതിപ്പോ അട എന്തെങ്കിലും പിഴച്ചു കഴിഞ്ഞാൽ ഇത് കഞ്ഞി പോലെ ആയിപ്പോവും. പിന്നെ ഒരു കാര്യമില്ല, അത് മുഴുവൻ വേസ്റ്റാ. മറ്റു പിന്നെ എന്തെങ്കിലും സൂത്രപ്പണി കാണിക്കാൻ ഇല്ല, ഒന്നും പറ്റില്ല. സൂത്രപ്പണി കടയിൽ വാങ്ങുന്ന അടയ്ക്ക് മാത്രം. അത് എപ്പോഴും കൊഴുപ്പ് കൂടുതലായിരിക്കും. അത് വെയിലത്ത് വെച്ച് ഉണക്കിയിരിക്കുന്നു. ഇത് ഫ്രഷ് അടയാണല്ലോ. ഇപ്പൊ അട റെഡിയാണ്, പാലും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ റെഡി ആയിരിക്കാണ്. ഇനി കുറച്ച് കാത്തു നിൽക്കുക, ഒരു ചെറിയ ബ്രേക്ക്. അപ്പോൾ നമ്മുടെ അട റെഡിയാണ്. അവിടെ ഉരുളിയും ചൂടായി കിടക്കാണ്. അപ്പൊ ഇനി പായസം ഉണ്ടാക്കാൻ തുടങ്ങുകയാണ്. ബി വെരി കെയർഫുൾ. പാലട പ്രഥമൻ ഉണ്ടാക്കുകയാണ്, വളരെ ശ്രദ്ധിച്ച് കണ്ടുപോകണം. എനിക്ക് വ്യക്തമായിട്ട് അറിയില്ല, മനോജേട്ടന്റെ കൂടെ കൂടിയിരിക്കുകയാണ്. എന്തായാലും നമുക്ക് കണ്ടു തന്നെ മനസ്സിലാക്കാം. 1 ലിറ്റർ പാലിന് 1 ഗ്ലാസ് വെള്ളം ആദ്യം ചരക്കിലൊഴിക്കണം. ഓക്കെ. ഭംഗിയായി തിളച്ചതിന് ശേഷം 1 ലിറ്റർ പാല് അതിനകത്തേക്ക് ഒഴിക്കണം. അത് ശരി. നല്ലപോലെ ആദ്യം ഉരുളി ചൂടാവുന്ന സമയത്ത് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ച് 1 ലിറ്റർ പാലാണെങ്കിൽ 1 ഗ്ലാസ് പച്ചവെള്ളം. അത് ശരി. ഇവിടെ ഈ ഭാഗത്തൊക്കെ ഇതിന് പറയുന്ന കുഞ്ഞിച്ചരക്കെന്നാണ്, ഈ ഇരിക്കുന്ന ഉരുളിക്ക് പറയുന്ന കുഞ്ഞിച്ചരക്കെന്നാണ്. അപ്പൊ ഇന്ന് നമ്മൾ പാലട പ്രഥമൻ ഉണ്ടാക്കുന്നത് ഓട്ടുരുളിയിലാണ്. അപ്പൊ നമ്മുടെ വീട്ടിലൊന്നും ഓട്ടുരുളി ഇല്ലെങ്കിലും പ്രശ്നമില്ല, വേറെ ഏതെങ്കിലും പാത്രമായാലും പ്രശ്നമില്ലല്ലോ. പക്ഷെ ഓട്ടുരുളിന്റെ ടേസ്റ്റ് കിട്ടില്ല. പഴയ ഓട്ടുരുളിയിലാണ് പാലട കുടിക്കണമെന്ന് തോന്നി ആൾക്കാർക്ക് കൊതി തോന്നിക്കഴിഞ്ഞാൽ ചിലപ്പോ വീട്ടിൽ ഇത് ഉണ്ടാവില്ല. അപ്പൊ പിന്നെ എന്ത് ചെയ്യും? അപ്പൊ പിന്നെ നോൺ സ്റ്റിക്കിലേക്ക് ആശ്രയിക്കേ നിവൃത്തിയുള്ളൂ. അപ്പോൾ നമ്മുടെ അട റെഡിയാണ്. അട റെഡിയാണെന്ന് വെച്ചാൽ നമ്മൾ അതിന്ന് നേരത്തെ തിളപ്പിച്ചുകൊണ്ടിരുന്ന പാത്രത്തിൽ നിന്ന് കോരി വെച്ചിട്ടേ ഉണ്ട്. ഇനി ഇതിനകത്ത് എണ്ണയൊക്കെ ഉണ്ട്. ഈ എണ്ണ ഒരിക്കലും ഈ പാലടയിലേക്ക് ഇടുന്ന സമയത്ത് എണ്ണയോടുകൂടി ഈ അട ഇതിനകത്തേക്ക് ഇട്ട് കഴിഞ്ഞാൽ ഇത് പാല് പിരിഞ്ഞു പോകും. അപ്പോൾ വളരെ സൂക്ഷിക്കണം. പാലട പ്രഥമൻ ഉണ്ടാക്കുമ്പോഴാണ് ഏറ്റവും കൂടുതൽ സൂക്ഷിക്കേണ്ടത്. അപ്പൊ ഇതിലെ എണ്ണമയം മുഴുവൻ കഴുകി കളയണം. അപ്പൊ ഇത് കഴുകി കളയണമെങ്കിൽ കുറച്ച് സമയം എടുക്കും. ആ സമയം ഇതൊന്ന് നോക്കാനായിട്ട് നമുക്ക് ഹരിയേട്ടാ ഒന്ന് വരൂ. ഹരിയേട്ടനെ പറ്റി പറയുകയാണെങ്കിൽ ഇദ്ദേഹം ഒരു ആർട്ടിസ്റ്റ് ആണ്. ഈ ഓട് കൊണ്ട് അല്ലെങ്കിൽ ചെമ്പ് കൊണ്ട് പല സാധനങ്ങളും ഉണ്ടാക്കുന്ന ഒരാളാണ്. അത് ഹരിയേട്ടൻ മുഖം ഒന്ന് കണ്ടോട്ടെ. ഹരിയേട്ടൻ അത് മാത്രമല്ല ചിത്രകലയൊക്കെ ഉണ്ട്, ആർട്ടിസ്റ്റാണ്, ഫൈൻ ആർട്സ് കോളേജിൽ പഠിച്ചിരുന്ന ആളാണ്. അത് മാത്രമല്ല നന്നായിട്ട് പാചകം ചെയ്യാനും അറിയാം. ഹരിയേട്ടൻ്റെയും പിന്നെ മനോഹരൻ്റെ ഒക്കെ അച്ഛന്മാര് ദേഹണക്കാരായിരുന്നു അല്ലേ? അതെ. അപ്പോൾ ഹരിയേട്ടനെ ധൈര്യമായിട്ട് ഏൽപ്പിക്കാൻ കുഴപ്പമില്ല. ഇനി ഇത് കഴുകിയെടുക്കണം, ഇത് വൃത്തിയാക്കി എടുക്കണം. അപ്പൊ ഈ വലിയ ദേഹണ്ണമൊക്കെ ചെയ്യുന്ന സമയത്താണെങ്കിൽ 10 തവണ വരെ, 10ഉം 13ഉം തവണ വരെ ആ എണ്ണമയം മുഴുവൻ പോകുന്നത് വരെ നന്നായിട്ട് കഴുകിയെടുക്കണമെന്നാണ് മനോഹരൻ പറയുന്നത്. അപ്പോൾ ബി വെരി കെയർഫുൾ. ഈ പാലട ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് പാത്രത്തിൽ നിന്ന് മാറ്റി കഴിഞ്ഞാൽ, പാലട ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞാൽ പിന്നെ ഇല വാടി വരുന്നതാണ് അതിന്റെ വേവിന്റെ പരുവം. അത് വെന്ത് കഴിഞ്ഞാൽ ഇല മാറ്റി കഴിഞ്ഞാൽ ഒരു 10 മിനിറ്റ് കിടന്ന് തിളയ്ക്കാൻ ശ്രമിക്കും അല്ലേ? 10 മിനിറ്റ് വേവുക. അത് കഴിഞ്ഞാൽ ഇങ്ങനെ കോരി എടുത്തിട്ട് ഒരു 10 പ്രാവശ്യമെങ്കിലും കഴുകണം. 10 മിനിറ്റ് തിളച്ചു കഴിഞ്ഞാൽ ഇലയിൽ നിന്നും അട വേറിട്ട് പോകും. വെള്ളത്തിലേക്ക് പോയി കഴിഞ്ഞാൽ അട വെന്തു. അത് പിന്നെ കോരി എടുത്തതിന് ശേഷം 10 പ്രാവശ്യം കഴുകണം. കഴുകി കഴിഞ്ഞാൽ ഭംഗിയായിട്ട് വെള്ളത്തിലിട്ട് വെക്കുകയും വേണം. ഓ അത് ശരി. തോർത്തി വെക്കരുത്. ഇല്ല, ഡ്രൈ ആവാൻ പാടില്ല. അത് ശരി. വെള്ളത്തിൽ നിന്ന് എടുത്ത് 5 മിനിറ്റ് കഴിഞ്ഞാൽ അട പുളിച്ചു പോകും. പുളിച്ചു പോയാൽ പാല് അതേപോലെ തന്നെ പിരിഞ്ഞു പോകും. അത് ശരി. വെള്ളത്തിൽ നിന്ന് എടുത്താൽ പാലിനെടുത്താൽ വെള്ളത്തിൽ. അപ്പൊ ഇതിന്റെ പ്രത്യേകത എന്താന്ന് ചോദിച്ചാൽ ഈ വെള്ളത്തിൽ നിന്ന് എടുത്തു കഴിഞ്ഞാൽ ഇത് പുളിച്ചു പോകും. ഇത് പുളിച്ചതിന് ശേഷം ഈ പാലിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ പാല് പിരിഞ്ഞു പോകും. അപ്പൊ പാൽ പിരിയാതിരിക്കാനായിട്ട് വെള്ളത്തിൽ തന്നെ ഇട്ടേക്കണം. ഈ വെള്ളത്തിൽ നിന്ന് എടുത്തു കഴിഞ്ഞാൽ നേരെ പാലിലേക്ക് തന്നെ ഇടുക. പിന്നെ പാല് എന്ന് പറഞ്ഞാൽ ഈ പാലട പ്രഥമന് വേണ്ടിയിട്ട് പാകമായി വരണം. അത് നന്നായിട്ട് തിളച്ച് അതിനകത്തെ വെള്ളം ഒന്ന് വറ്റിക്കഴിഞ്ഞാൽ പാല് പാകമായി എന്നാണ്. ഇപ്പൊ ഒരു ഏകദേശം ഒരു 15-20 മിനിറ്റ് ആയി കാണും നമ്മൾ ഇത് കഴുകാൻ പോയ സമയം. അപ്പൊ ആ 20 മിനിറ്റ് കൊണ്ട് തന്നെ ഏകദേശം പാല് പാകമായി കഴിഞ്ഞു. ഇപ്പൊ പാല് പാകമാണ്. അപ്പൊ നമുക്ക് ഇനി പഞ്ചസാര ഇടാമല്ലോ. അതെ. അപ്പൊ 1 ലിറ്ററിന് എത്ര പഞ്ചസാരയാണ്? 250. അത്രയും മതി അല്ലേ? 250 ഗ്രാം 1 ലിറ്റർ പാലിന് 1 ലിറ്ററിന് 250 ഗ്രാം ഇട്ടാൽ മതി. ഇപ്പൊ നമ്മൾ ഇടാൻ പോകുന്ന 250 ഗ്രാം പഞ്ചസാര. ഇനി ഇതിന്റെ കണക്ക് എന്ന് പറയുന്നത് ഇതൊരു റോസ് കളറായി മാറിക്കഴിഞ്ഞാൽ, പഞ്ചസാര ഇട്ട ശേഷം പാലൊരു റോസ് കളറായി മാറി കഴിയുന്ന സമയത്ത് നമുക്ക് ഈ അട ഇതിലേക്ക് ഇടാൻ പറ്റും. ഇപ്പൊ തന്നെ പകുതി റോസ് ആയിട്ടുണ്ട്. അതെ, ചെറിയൊരു കളർ ചേഞ്ച് വന്നിട്ടുണ്ട്. ഇപ്പൊ പാല് നന്നായിട്ട് തിളച്ചു കഴിഞ്ഞു. ഇനി ഈ അട ഇടേണ്ടതെന്ന് പറഞ്ഞാൽ അധികം വെള്ളമില്ലാതെ നന്നായിട്ട് തോർത്തി അട ഇടണം.
അപ്പൊ അതിനകത്ത് ജലാംശം മുഴുവൻ പോയതിനു ശേഷമാണ് ഈ പാലിലേക്ക്. ഞാൻ 4 പേർക്ക് കുടിക്കാന്ന് വിചാരിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു ഒരുപാട് ഉഷാറായിട്ട് കുടിക്കാന്ന് വിചാരിച്ചാണ്. പക്ഷെ 1 ലിറ്റർ ഒഴിച്ചു കഴിഞ്ഞ് ഇത് വറ്റി വന്നപ്പോഴത്തേക്കും എനിക്ക് തോന്നുന്നു ഒരു 1/2 ലിറ്റർ ആയി മാറിയിട്ടുണ്ടാവും അല്ലേ? അല്ലേ? അത്രയ്ക്കും പാലിന്ന് ആ ജലാംശം പോകുമ്പോഴത്തേക്ക് അത്രയും പറ്റും. പഞ്ചസാരയുടെയും ജലത്തിന്റെ അംശം കംപ്ലീറ്റ് പോകും. പഞ്ചസാരയിലും വെള്ളം ഉണ്ടാവുമല്ലോ, അതുകൂടി വറ്റുമ്പോഴേക്കേ പാലയുടെ ഒറിജിൻ ആയി തീരുന്നല്ലോ. അത് ശരി. ഈ പാകത്തിനാണ് നമ്മൾ ചട്ട് കെടുത്തിട്ട് വരച്ച് നോക്കിയാൽ വരയാൻ കാണുക. അപ്പൊ ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ രുചി നോക്കാം. അത് മാത്രമല്ല, ഈ വരച്ചു കഴിഞ്ഞാൽ ആ വര അതേമാതിരി തന്നെ കിടക്കുക, അത് വന്ന് കൂടില്ല. അതാണ് ഇതിന്റെ പരുവം എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മുടെ പാൽപ്പായസം റെഡിയാണ്. ഇത് മിക്കവാറും എനിക്ക് കുടിക്കാനേ തികയുള്ളൂ. പക്ഷെ നമ്മൾ വിചാരിക്കുന്ന പോലെ ഈ പാലട പ്രഥമൻ അങ്ങനെ കുടിക്കാൻ പറ്റില്ല. മാക്സിമം പോയി കഴിഞ്ഞാൽ 1 ഗ്ലാസ് അല്ലേ, ഒരാൾ അത്രേ കുടിക്കത്തുള്ളൂ, അതിനേക്കാൾ കൂടുതൽ കുടിക്കത്തില്ല. കാരണം ഇത് വളരെ അപകടകരമായ ഒരു രുചിയാണ്. കാരണം ഇതിന്റെ അഡിക്ഷൻ ആയി കഴിഞ്ഞാൽ എവിടെയെങ്കിലും സദ്യ ഉണ്ടെങ്കിൽ നമ്മൾ വിളിച്ചില്ലെങ്കിൽ പോലും പറഞ്ഞെത്തും. അപ്പൊ നമ്മുടെ പായസം റെഡി ആയിരിക്കാണ്. ഒന്നുകൂടെ അടുത്ത് ഒന്ന് വരഞ്ഞു നോക്കട്ടെ. എനിക്ക് വരഞ്ഞു നോക്കാൻ വേണ്ടിയിട്ടല്ല, ഇതിന്റെ ടേസ്റ്റ് നോക്കാൻ വേണ്ടിയിട്ടായിരുന്നു. എന്തായാലും നമ്മുടെ പാൽപ്പായസം റെഡി ആയിരിക്കും, നമ്മുടെ പാലട പ്രഥമൻ റെഡി ആയിരിക്കുകയാണ്. പിന്നെ ഈ സമയത്ത് മനോഹരൻ പറഞ്ഞത് നമ്മൾ വലിയ സദ്യകൾക്കൊക്കെ വലിയ വാർപ്പിൽ വലിയ ചെമ്പിലാണ് ഇത് ഉണ്ടാക്കുന്നത്. അപ്പൊ ആ സമയത്ത് ഇത് വാങ്ങി വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ കട്ടിയായി പോകും. അത് മാത്രമല്ല, ഇത് ഇരുന്നൊന്ന് പാത്രഭാഗം വരണം എന്നാണ് പറയുന്നത്. ഈ ഉരുളി തന്നെ പാലട എന്ന് പറഞ്ഞാല് ചരക്ക് കടന്നിട്ട് അതിന്റെ പാത്രഭാഗം ആയി കഴിഞ്ഞാല് അതിന്റെ പൂർണ്ണ ടേസ്റ്റിൽ എത്തുന്നുണ്ടോ. അത് ശരി. അതാണ്. അപ്പൊ നമ്മുടെ ഇത് പാലട പ്രഥമൻ റെഡിയാണ്. അത് മാത്രമല്ല, ഞാനിവിടെ ഒരു കപ്പും കരുതി വെച്ചിട്ടുണ്ട്. അപ്പൊ എന്തായാലും ഭാവിയിൽ ഒരുപാട് ഇനി ഒരു 20,000 പേർക്കൊക്കെ സദ്യ ഉണ്ടാക്കാൻ. അപ്പൊ ടെൻഷൻ ഒന്നും ഇല്ലല്ലോ, നോ ടെൻഷൻ. അതാണ് മനോഹരന്റെ വിജയത്തിന് കാരണം. അതാണ്. അപ്പൊ യാതൊരു ടെൻഷനും ഇല്ല എന്നുള്ളതാണ്. എന്ത് വന്നു കഴിഞ്ഞാലും പുള്ളി കൂളാണ്. 20,000 പേർക്ക് ഉണ്ടാക്കണോ? ഓക്കെ, നോ പ്രോബ്ലം. 10,000 ഒരു പ്രശ്നവുമില്ല. 100% ഉറപ്പ്. അത് 5 പേരാണ് ഇവർ വർക്ക് ചെയ്യുന്നത്. 5 പേരും ഒരേ മനസ്സോടുകൂടി വർക്ക് ചെയ്യുന്നു. അതാണ് ഈ വിജയത്തിന്റെ രഹസ്യം എന്ന് പറയുന്നത്. പാലട പ്രഥമൻ ഇന്ന് തന്നെ ഉണ്ടാക്കി കുട്ടികൾക്ക് കൊടുക്കുക. അത് മാത്രമല്ല, സ്ഥിരമായിട്ട് ഉണ്ടാക്കി കൊടുക്കാൻ നിൽക്കേണ്ട, അവസാനം നിങ്ങൾ തന്നെ പെടും. കാരണം ഇതിന്റെ രുചി കാരണം എല്ലാ ദിവസവും പാലട പ്രഥമൻ ഉണ്ടാക്കി തരാൻ പറയും. അപ്പോൾ നന്നായിട്ട് വളരെ സൂക്ഷിച്ച് ചെയ്യുക. നല്ല അട അണിയിച്ച് പാലട ഉണ്ടാക്കുക. എനിക്ക് പറയാനുള്ളത്, 1 ലിറ്ററിൽ 4 പേർക്ക് കഴിക്കാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നന്നായിട്ട് കുടിക്കുന്ന കുട്ടികളാണെങ്കിൽ 4 പേർക്ക് തികയില്ല. അങ്ങനെയാണെങ്കിൽ ഒരു 2-3 ലിറ്റർ, ഇതിന്റെ ഒരു 2 ലിറ്റർ ആണെങ്കിൽ ഇതിന്റെ നമ്മളിപ്പോ പറഞ്ഞ കണക്കിന്റെ ഇരട്ടി എടുക്കുക. അപ്പോൾ കണക്ക് ഓർത്തിരിക്കുക. ഒരു 1 ലിറ്റർ പാലിന് ഉണ്ടാക്കുകയാണെങ്കിൽ 80 ഗ്രാം ഉണക്കലരിപ്പൊടി അത് കുതിർത്ത് പൊടിക്കുക. അത് നേർമയിൽ പൊടിച്ചെടുക്കുക. ഏകദേശം ഒരു പത്തിരിയുടെ കണക്കിന് നല്ല നേർമയിൽ പൊടിച്ചെടുക്കുക. 25 ഗ്രാം വെളിച്ചെണ്ണ, പാകത്തിന് വെള്ളം. ചപ്പാത്തിയേക്കാളും ഇച്ചിരി കൂടെ ലൂസ് കൂട്ടി നന്നായിട്ട് ഇലയിൽ പരത്തി, ഇലയുടെ മറുഭാഗത്ത്, അത് ഞാലിപ്പൂവൻ വാഴയുടെ ഇലയുടെ മറുഭാഗത്തായിട്ട് പരത്തിയെടുക്കുക. അത് നന്നായിട്ട് വരയുക. ചൂട് വെള്ളത്തിലേക്ക് ഇടുക. അട നന്നായിട്ട് കഴുകിയെടുക്കുക. വെള്ളത്തിൽ തന്നെ ഇട്ടേക്കുക. വെള്ളത്തിൽ നിന്ന് എടുത്തു കഴിഞ്ഞാൽ പുളിച്ചു പോകും. പിന്നെ പാല് തിളപ്പിക്കുക. അതിന്റെ പാലിന്റെ ഒരു പരുവം വരുന്ന സമയത്ത് പഞ്ചസാര ഇട്ട് കൊടുക്കുക. അത് റോസ് നിറമായി ഒന്ന് തിളച്ച് വന്നു കഴിഞ്ഞാൽ ഈ അട അതിലേക്ക് ഇടുക. പിന്നെ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അതിൻ്റെ ഒരു പായസത്തിന്റെ ഒരു മണമൊക്കെ വരാൻ തുടങ്ങും. ആ സമയത്ത് ചട്ടുകം ഒന്ന് വെക്കുക. അതൊന്ന് വരഞ്ഞു നോക്കുക. അത് വന്ന് ഒന്നിക്കുന്നില്ലെങ്കിൽ പായസം റെഡി. ഇത്രയുമാണ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഇന്ന് തന്നെ പായസം വെച്ച് നോക്കുക. മനോജേട്ടന്റെ സ്പെഷ്യൽ അല്ലേ? ഇതിനകത്ത് അച്ഛന്റെ അടുത്ത് നിന്ന് പഠിച്ച എല്ലാം അച്ഛന്റെ അടുത്ത് നിന്ന് പഠിച്ച ടിപ്സ് ആണോ ഇതിനകത്ത്? ആണ് അല്ലേ? അച്ഛന്റെ അനുഗ്രഹം അതുകൊണ്ടാണ്. ശരി. എന്തായാലും നന്നായി വരും. ഇനി ഭാവിയിലും ഒരുപാട് ഇത് ഉണ്ടാവട്ടെ. എല്ലാ ദിവസവും ബിസി ആയിരിക്കട്ടെ. ഓക്കെ, എന്തായാലും സന്തോഷം. നമ്മുടെ ടേസ്റ്റ് ഓഫ് കേരളയുടെ പ്രേക്ഷകരുടെ പേരിലും എൻ്റെ പേരിലും പേഴ്സണൽ പേരിലും, കാരണം എൻ്റെ വീട്ടിൽ ഇനി വരികയാണെങ്കിൽ 2-3 ദിവസം ഞാനിത് ഉണ്ടാക്കി തരും. സെൻഡ് യുവർ ഫീഡ്ബാക്ക് ടു tasteofkerala@amritatv.com. രുചികരങ്ങളായ വെടിക്കെട്ട് ഡിഷുകളുമായിട്ട് അടുത്ത ആഴ്ച കാണാം. അതുവരെ ബൈ.